ഇന്ത്യയിൽ ഈ ചൈനീസ് വാഹന ഭീമനെ വാഴിക്കില്ലെന്ന് ഇന്ത്യൻ സർക്കാർ. എന്തു വന്നാലും ഇന്ത്യ കീഴടക്കുമെന്ന് BYD. സർക്കാരുമായുള്ള ശീതയുദ്ധം മുറുകുന്നതിനിടെ തങ്ങളുടെ അഭിമാന മോഡലായ ഇലക്ട്രിക് കാർ സീൽ ഇക്കഴിഞ്ഞ മാർച്ച് 5-ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ബുക്കിംഗും തുടങ്ങിയിരിക്കുകയാണ് ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ BYD. ചൈനയിലെ ഷെൻഷൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന BYD ഇന്ത്യൻ സർക്കാരുമായി യുദ്ധം തുടങ്ങിയിട്ട് 17 വർഷത്തോളമായി. 2007-ൽ ചെന്നൈ കേന്ദ്രമാക്കി BYD ഇന്ത്യൻ സബ്സിഡിയറി രൂപീകരിച്ചത് മുതൽ തുടങ്ങിയ യുദ്ധം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ചൈനയുമായി വഷളായ വ്യാപാര ബന്ധം ഈ യുദ്ധം മറ്റൊരു തലത്തിലെത്തിച്ചു. BYDയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നതിനും പുതിയ മോഡലുകൾക്ക് ഹോമോലോഗേഷൻ നടത്തി ഇന്ത്യയിൽ വിൽക്കാൻ അനുമതി ലഭിക്കുന്നതിനുമെല്ലാം കേന്ദ്ര സർക്കാർ ഇടംകോലിട്ടു. BYDയും ഇന്ത്യയുമായുള്ള പോരിന്റെ നാൾവഴികളും BYD ഇന്ത്യയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന അത്ഭുതങ്ങളെയും ഒന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് BYD എന്ന ചൈനീസ് കമ്പനി. ബിൽഡ് യുവർ ഡ്രീംസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് BYD. 2023-ൽ ടെസ്ലയെ പിന്തള്ളിയാണ് BYD ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായത്. 2023-ലെ ആദ്യ പാദത്തിൽ 4,84,000 ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റ ടെസ്ലയെ 5,26,000 വാഹനങ്ങൾ വിറ്റ BYD മറികടക്കുകയായിരുന്നു. ഓട്ടോമൊബൈൽ വ്യവസായത്തിന് പുറമെ റെയിൽ എഞ്ചിനുകളും കോച്ചുകളും നിർമ്മിക്കലും വൻ കാറ്റാടിപ്പാടങ്ങളും സോളാർ പ്ലാന്റുകളും ഇൻസ്റ്റാൾ ചെയ്യലും തുറമുഖങ്ങൾ ഉണ്ടാക്കലും കൺസ്യൂമർ ഇലക്ട്രോണിക്സും എല്ലാം അടക്കം ഒരു ഒന്നാംകിട ചൈനീസ് കോൺഗ്ലാമറേറ്റ് ആണ് BYD. സാക്ഷാൽ വാറൻ ബഫറ്റിന്റെ ബെർക്ഷയർ ഹാത്വേക്ക് 10% ഓഹരി ഉടമസ്ഥതയുള്ള കമ്പനി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രിയങ്കരനായ വാങ് വാൻഫു നയിക്കുന്ന BYDയെ ഇന്ത്യ ഭയക്കുന്നതും അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നതും സ്വാഭാവികം. 2007-ൽ BYD ഇന്ത്യ രജിസ്റ്റർ ചെയ്തത് വ്യക്തമായ ചൈനീസ് ലക്ഷ്യങ്ങളോടെയായിരുന്നു. വളരെ സൂക്ഷിച്ചാണ് BYD തുടങ്ങിയത്. തങ്ങളുടെ സിഗ്നേച്ചർ ബിസിനസ്സായ ബാറ്ററി നിർമ്മാണവും ചെറുകിട ഇലക്ട്രോണിക് സാധനങ്ങളുടെ നിർമ്മാണവുമാണ് അക്കാലത്ത് ചെന്നൈയിലെ പ്ലാന്റിൽ നടന്നിരുന്നത്. 2015-ൽ BYD ഇന്ത്യയിൽ തങ്ങളുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി. ഹൈദരാബാദിലെ ഒലക്ട്ര കമ്പനിയുമായി ചേർന്ന് ഇന്ത്യയിൽ ഇലക്ട്രിക് ബസ്സുകൾ അവതരിപ്പിച്ചു. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇലക്ട്രിക് ബസ്സായ BYD K9 ഇന്ത്യയിൽ അവതരിപ്പിക്കാനായിരുന്നു അവരുടെ അടുത്ത ശ്രമം. ഇതിനായി ഹൈദരാബാദിൽ പ്ലാന്റ് തുടങ്ങുന്നതിന് 8,200 കോടി രൂപയും വകയിരുത്തി. ഹൈദരാബാദിൽ നിന്നുള്ള ഇന്ത്യൻ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ കൂട്ടുപിടിച്ചാണ് ഇലക്ട്രിക് കാറുകളും ബസ്സുകളും ഉണ്ടാക്കാൻ BYD പ്ലാന്റ് സജ്ജമാക്കാൻ ശ്രമിച്ചത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ സുരക്ഷാ കാരണങ്ങളും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിലെ വ്യവസ്ഥാലംഘനവും ചൂണ്ടിക്കാട്ടി ഹൈദരാബാദ് പ്ലാന്റിന് അനുമതി നിഷേധിച്ചു. ഇതോടെ നരേന്ദ്രമോദിയുടെ പിന്തുണയില്ലാതെ ഇന്ത്യയിൽ തങ്ങളുടെ പ്ലാന്റും വിൽപ്പന മോഹങ്ങളും നടക്കില്ലെന്ന് BYDക്ക് ബോധ്യപ്പെട്ടു. തെക്കേ ഇന്ത്യയിലെ പ്രമുഖനായ ഒരു ദല്ലാൾ വഴിയും ഡൽഹിയിലെ ലോബിയിങ് സ്പെഷ്യലിസ്റ്റായ കൺസൾട്ടൻസി വഴിയും കേന്ദ്ര സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. നിതിൻ ഗഡ്കരിയും നിർമ്മലാ സീതാരാമനും വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഒരുമിച്ച് BYDയുടെ പദ്ധതികൾ എതിർത്തു. ടെസ്ല ഇന്ത്യയിലേക്ക് കടന്നുവരാൻ മുകേഷ് അംബാനിയുമായി ചേർന്ന് കൊടുമ്പിരിക്കൊണ്ട ശ്രമങ്ങൾ നടത്തുന്ന 2020-21 കാലത്തായിരുന്നു ഇതെല്ലാം. തങ്ങളുടെ ആഗോള വെല്ലുവിളിയായ BYD ഇന്ത്യയിൽ വേരുറപ്പിക്കുന്നത് ടെസ്ലയ്ക്ക് സഹിക്കുന്ന കാര്യമായിരുന്നില്ല. ജിയോയ്ക്കും അദാനി ഗ്രൂപ്പിനും ഇക്കാര്യത്തിൽ അവരുടെ താല്പര്യങ്ങളുണ്ടായിരുന്നു. തുടർച്ചയായി 6 വർഷത്തോളം ശ്രമിച്ചിട്ടും കേന്ദ്ര സർക്കാർ വഴങ്ങാതായപ്പോഴാണ് BYD രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ തങ്ങളുടെ സ്റ്റാർ ഇലക്ട്രിക് കാർ മോഡലായ സീൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. 41 ലക്ഷത്തിനും 53 ലക്ഷത്തിനും ഇടയിലാണ് സീലിന്റെ വില. ഒറ്റ ചാർജിംഗിൽ 700 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന 172 സെല്ലുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ് സീലിനുള്ളത്. ലോകത്തിലെ ഏറ്റവും ക്ഷമതയുള്ള EV എന്ന് സീൽ വാഴ്ത്തപ്പെടുന്നു. ഇന്ത്യയിൽ കാർ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ഉടനെയൊന്നും അനുവദിക്കില്ലെന്ന് BYDക്ക് അറിയാം എന്നതിനാൽ നിലവിൽ ചൈനയിലെ പ്ലാന്റിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനാണ് ശ്രമം. എന്നാൽ 2,500 കാറുകളിൽ കൂടുതൽ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു വർഷം ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ല എന്നതിനാൽ ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങാതെ അവർക്ക് രക്ഷയില്ല. അതിനാൽ മെയ് മറന്നുള്ള ശ്രമങ്ങളാണ് ചൈനീസ് കമ്പനി നടത്തുന്നത്. നിലവിൽ 21 ഇന്ത്യൻ നഗരങ്ങളിൽ 24 ഷോറൂമുകൾ BYD ആരംഭിച്ചിട്ടുണ്ട്. 2024-ലെ തെരഞ്ഞെടുപ്പിൽ BJPയെ അകമഴിഞ്ഞ് സഹായിക്കുക, പുതിയ മാനുഫാക്ചറിംഗ് പാർട്ണറെ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തുക തുടങ്ങി BYD അണിയറയിൽ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കാൻ.